നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റാണ്. എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നാം കണ്ടുവരുന്ന ദൈർഘ്യം കൂടിയ ചുമയുടെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പത്രവാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. സാധാരണ ഒരു വീട്ടിലാണെങ്കിലും ചുമയില്ലാത്ത ആൾക്കാരില്ല. ഒരു ഓഫീസിൽ പോയാലും നമുക്ക് ചുമയ്ക്കുന്ന മനുഷ്യരെ കാണാനേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മിക്കപ്പോഴും പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ക്രോണിക് കോഫ് എന്ന് പറഞ്ഞാൽ ചുമ നമ്മൾ സാധാരണയായി രോഗലക്ഷണമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. വെച്ചാൽ നമുക്ക് ചുമ വരുവാണെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഒരു അസുഖം കാണും. അതിൻ്റെ ഒരു രോഗലക്ഷണമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇപ്പം ക്രോണിക് കോഫ് ഇറ്റ്സ് എ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് ഒരു രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. അതിൻ്റെ റീസൺസ് പലതാണ്. നമ്മൾക്ക് ഈ പോസ്റ്റ് കോവിഡ് ഇറ, ഒരു കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ക്രോണിക് കോഫ് നമ്മൾ അധികമായി കാണുന്നത്. ഈ ദീർഘകാലം നിൽക്കുന്ന ചുമയാണ് നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയുന്നത്. ഈ ക്രോണിസിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ദീർഘനാൾ നിൽക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ യൂഷ്വലി നമ്മൾ 4 തൊട്ട് 6 ആഴ്ച കഴിഞ്ഞും നിൽക്കുന്ന ചുമയാണ് നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യന് ചുമ മാക്സിമം ഒരാഴ്ചയോ ഒരു 10 ദിവസമോ കൊണ്ട് നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസും ചെയ്യുന്ന ചികിത്സകളും കൊണ്ട് അത് തീർച്ചയായിട്ടും മാറിപ്പോകുന്നതാണ്. പക്ഷേ ഈ ചുമ മാറാതെ ആഴ്ചകളോളം മാസങ്ങളോളം ആകുമ്പോഴാണ് നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതൊരു രോഗലക്ഷണമല്ല, അത് തന്നെ ഒരു അസുഖമാണ്. ഈ ക്രോണിക് കോഫിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അപ്പർ എയർവേ ഒരു കോഫ് സിൻഡ്രോം എന്ന് പറയും. ഇത് യൂഷ്വലി നമുക്ക് അലർജി ഉള്ള വ്യക്തികളിലാണ്. നമുക്ക് സൈനസൈറ്റിസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് പിന്നെ നമുക്ക് റണ്ണിങ് നോസ് ഡിസീസ്, റൈനൈറ്റിസ്, സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഈ സൈനസിലുള്ള സെക്രീഷൻസ് നമുക്ക് അത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് വീഴുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടായി നമ്മൾ ചുമയ്ക്കുന്നതാണ് ഈ വൺ ഓഫ് ദി റീസൺസ് പറയുന്നത്. ഇത് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയും. ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് ഇൻഡ്യൂസ്ഡ് കോഫാണ് നമ്മളിപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു ചുമ. പിന്നെ അല്ലാതെ നമുക്ക് ആസ്മ ഒരു റീസണാണ് നമുക്ക് ചുമ വരുത്താൻ. ഒരു കോഫ് വേരിയൻ്റ് ആസ്മ എന്ന് തന്നെ ഒരു എൻറ്റിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ ആസ്മ രോഗികൾക്ക് കാണുന്ന വലിവൊന്നും കാണത്തില്ല, പക്ഷെ അവരുടെ മെയിൻ സിംറ്റം ചുമയായിരിക്കും. പിന്നെ നമ്മൾക്ക് സാധാരണ കണ്ടുവരുന്ന ഗേർഡ് ഇൻഡ്യൂസ്ഡ് കോഫാണ്. ഗേർഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്. അത് നമുക്ക് ഈ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് പല കാര്യങ്ങളും കൊണ്ടാവാം. ഒന്ന്, നമ്മൾ ഭയങ്കര സ്ട്രെസ് ഉള്ള ഇൻഡിവിജ്വൽസിലും വരാം. ഒരുപാട് നമ്മുടെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ തെറ്റി എടുക്കുന്ന ഭക്ഷണക്രമമുള്ളവർക്കും വരാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഒരുപാട് സമയം സ്കിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക്, ഉറക്കമില്ലാത്തവർക്ക്, നമുക്ക് സ്ലീപ്പ് ഡിപ്രിവേഷനും ഈ ഗേർഡിന് ഒരു കാരണമാകാം. പിന്നെ സ്ട്രെസ്സ്, നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ സ്പൈസി ഫുഡ്, സ്മോക്കിങ് ഒരു റീസൺ സ്മോക്കിംഗ് ആണ് ഈ ഗേർഡ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം സ്മോക്കിംഗ് ഈ ചുമയ്ക്കും കാരണമാകാം, ഗേർഡ് ട്രിഗർ ചെയ്യാം. ഇതിപ്പോൾ ഈ ക്രോണിക് കോഫായിട്ട് എന്ന് വെച്ചാൽ ഒരു മാസത്തിന് മീതെ ചുമയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ സാധാരണയായിട്ട് കാണുന്ന കാര്യങ്ങൾ ഇതാണ് ചുമയുടെ പിന്നിൽ. ഇതല്ലാതെ നമുക്ക് ഇതെല്ലാം ഒഴിച്ചാൽ പിന്നെ നമുക്ക് പേഷ്യൻ്റ് പ്രഷറിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ, നമുക്ക് ചില AC ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ് നമ്മൾക്ക് ചുമയുണ്ടാക്കാം. അപ്പം എന്ന് വെച്ചാൽ നമ്മൾക്ക് ബാക്കി എല്ലാ കോസസും നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റീസൺസിലോട്ട് നമ്മൾ പോകും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് റിഫ്രാക്ടറി കോഫ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, എന്നിട്ടും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും നമുക്ക് ചുമയുടെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസ് ഉണ്ട്. അത് നമ്മൾ സൈക്കോജനിക്
കോഫ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ലേബൽ ചെയ്യും. അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രെസ്സും ഹൈ സ്ട്രോങ് ഇൻഡിവിജ്വൽസും ആയിരിക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ അങ്ങനത്തെ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന കൊടുത്താൽ അവരുടെ ചുമ ഭേദമാകും. അപ്പോൾ നമ്മൾക്ക് എല്ലാ ചുമയും നമ്മൾ എപ്പോഴാണ് നമുക്ക് സീരിയസ് ആണോ, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ ഒരു ചുമ വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നൊക്കെ ഒരു സംശയമുണ്ട്. ഈ നമ്മുടെ പറഞ്ഞ പോലെ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ചുമ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണെങ്കിൽ അത് തനിയെ അങ്ങ് സെറ്റിൽ ചെയ്ത് പോകും. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് മാറാതെ അതിൻ്റെ കൂട്ടത്തിൽ പനി ഒരു പ്രാവശ്യം വന്ന് മാറി വീണ്ടും പനി പ്രത്യക്ഷപ്പെടുക, അങ്ങനത്തെ ചുമ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ ചുമ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള കഫവും അല്ലെങ്കിൽ രക്തമയമുള്ള കഫം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ ഈ ചുമയുടെ കൂടെ നമുക്ക് അതീവമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശ്വാസം മുട്ട് അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ, ചെസ്റ്റ് പെയിൻ, അങ്ങനെ നെഞ്ചുവേദന ഇതൊക്കെ അനുഭവപ്പെടുകയാണെങ്കിലും അത് നമ്മൾ പിന്നെ കാര്യമായിട്ട് പ്രശ്നമുള്ള ചുമയായിരിക്കാം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സഹായം നേടേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ദീർഘകാല ചുമയുള്ളവർക്ക് ഇത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആകാം റീസൺ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ നെഗ്ലക്റ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്.